പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ പ്രതിഭാസമ്പന്നനായ കഥാകൃത്ത് പി.കെ. പാറക്കടവിൻ്റെ വേരുകളുടെ ചോര. പി.കെ. പാറക്കടവ് എന്ന എഴുത്തുകാരൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ മുഴുവൻ, ഒരുപക്ഷെ മലയാളികൾ മാത്രമല്ല, ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതുകൊണ്ട് പാറക്കടവ് എന്ന പേര് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ മൈക്രോ ഫിക്ഷൻ മിന്നൽ കഥകൾ 2025 പുറത്തിറങ്ങിയ വേരുകളുടെ ചോര എന്ന കഥാസമാഹാരത്തിൽ നിന്ന് 2 കഥകൾ വായിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കാമെന്നാണ് കരുതുന്നത്. 2 കഥകളും പരസ്പരം ബന്ധപ്പെട്ടാണുള്ളത്. 2 കഥകളും വർത്തമാനകാല ഇന്ത്യൻ പശ്ചാത്തലവുമായി പൊരുത്തപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രതിരോധമാണ്, പിൻവലിയാത്ത പോരാട്ടത്തിൻ്റെ പ്രതിജ്ഞയുടെ ദാർഢ്യമാണ് 8-10 വാക്കുകൾ കൊണ്ട് പാറക്കടവ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആദ്യം വായിക്കുന്ന കഥ കേസ്. വെടിയൊച്ച കേട്ടിട്ടും ഓടിപ്പോകാത്തതിന് കൊല്ലപ്പെട്ടവൻ്റെ പേരിൽ കേസെടുത്തു. വെടിയൊച്ച കേട്ടിട്ടും ഓടിപ്പോകാത്തതിന് കൊല്ലപ്പെട്ടവൻ്റെ പേരിൽ കേസെടുത്തു. 2 വരി, അല്ല, ഒറ്റ വരി. പക്ഷേ വർത്തമാനകാല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ ഒറ്റ വരി സൃഷ്ടിക്കുന്ന ഉൾക്കിടലം, അതേക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമാഹാരത്തിലെ അവസാനത്തെ കഥ, ആ കഥയുടെ പേര് സ്ഫോടനം. കഥ എഴുതുമ്പോൾ പേനയിലെ മഷി തിളച്ച് മറിഞ്ഞ് പൊട്ടിത്തെറിച്ച് കഥാകൃത്ത് ആശുപത്രിയിലായി. കഥ എഴുതുമ്പോൾ പേനയിലെ മഷി തിളച്ച് പൊട്ടിത്തെറിച്ച് കഥാകൃത്ത് ആശുപത്രിയിലായി. 2 കഥകൾ മാത്രമാണ് ഈ മിന്നൽ കഥകളിൽ നിന്ന് വായിക്കാൻ വേണ്ടി ഈ ഒരു അവതരണത്തിൽ തിരഞ്ഞെടുത്തത്. 1 കേസ്, 2 സ്ഫോടനം. 2 തമ്മിൽ പ്രകടമായ ബന്ധമുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ 2 കഥകൾ ഈ ഒരു അവതരണത്തിൻ്റെ ആമുഖമായി തിരഞ്ഞെടുക്കാൻ കാരണം, ഈ അവതരണത്തിൽ പ്രധാനമായും ആലോചിക്കുന്നത് പ്രഭാഷണം, സംഭാഷണം, ആത്മഭാഷണം, നിനവുകൾ, കിനാവുകൾ, ഇവയെല്ലാം അടങ്ങുന്ന ആശയവിനിമയത്തിൻ്റെ അതിവിപുലവും വിസ്തൃതവും അഗാധവും വൈചിത്ര്യനിർഭരവുമായ ഒരു ലോകത്തെയാണ് ഈ ഒരു അവതരണത്തിലൂടെ പരിമിതമായ തോതിൽ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നത്. തുടക്കത്തിൽ പ്രഭാഷണം എന്ന് പറയാൻ കാരണം, ഭാഷ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിപ്രാചീന കാലത്ത് മനുഷ്യർ ആശയവിനിമയത്തിന് വേണ്ടി പ്രഭാഷണത്തെ ആശ്രയിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്നൊരു ചോദ്യം അനിവാര്യമായും ഉണ്ടാവണം. കാരണം ഭാഷയിലുള്ള ഇടപെടലാണ് പ്രഭാഷണം. എന്നാൽ ഭാഷയില്ലെങ്കിൽ ഒരു പ്രഭാഷണം എപ്രകാരം സാധ്യമാകും? ഭാഷയില്ലാത്ത കാലത്ത് നിന്ന് ആലോചിക്കുമ്പോൾ പറയാൻ എളുപ്പമാണെങ്കിലും അത്തരമൊരു ആലോചന തന്നെ അങ്ങേയറ്റം പ്രയാസകരമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഭാഷയില്ലാത്ത കാലത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം തന്നെയാണ് ഭാഷയായി പ്രവർത്തിച്ചത്. പലതരം ചേഷ്ടകളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, ചുവടുവെപ്പുകളിലൂടെ, അവ്യക്തമായ ശബ്ദങ്ങളിലൂടെ ഒത്തുചേർന്നുള്ള താളാത്മകമായ
ആ അവതരണങ്ങളിലൂടെ അവർ തങ്ങളെ തന്നെ പല പ്രകാരേണ വിനിമയം ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പരസ്പര വിനിമയത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യാസ്തിത്വം അസാധ്യമാണ്. തങ്ങൾക്ക് നേരിടുന്ന അനുഭവങ്ങൾ പരിമിതമായ തോതിലെങ്കിലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യരാശി നിലനിൽക്കുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചോലയിലെ കാട്ടുചോലയിലെ വെള്ളം കുടിച്ച ആദിമ മനുഷ്യൻ തലയുറ്റി വീണാൽ ആ തലയുറ്റി വീണത് കണ്ട മനുഷ്യൻ ആ വിവരം മറ്റുള്ളവർ അതേ ചോലയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ തലയുറ്റി വീഴലുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അവിടേക്ക് പോകുന്നവരെ ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല എന്നറിയിക്കേണ്ടതുണ്ട്. അതറിയിക്കാൻ അന്നവർക്ക് ഭാഷയുണ്ടായിരുന്നില്ല. പക്ഷെ അവർ അവരുടെ ശരീരം കൊണ്ട്, ആംഗ്യം കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രഭാഷണം എന്ന് പറയുന്നത്. ഭാഷയിലൂടെയാണ് അത് പടർന്ന് പന്തലിക്കുന്നത്, പൂത്ത് സുഗന്ധം പരത്തുന്നത്. പക്ഷേ ഭാഷയ്ക്ക് മുമ്പ് തന്നെ പല രീതിയിലുള്ള ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രാഥമിക രൂപം എന്ന അർത്ഥത്തിൽ അത് നിലവിലുണ്ട്. അതുകൊണ്ട് സ്റ്റേജിൽ വന്നിരുന്ന് നടത്തുന്ന ഒരു ഭാഷയിലുള്ള അവതരണം എന്ന രീതിയിൽ മാത്രമായി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ പ്രഭാഷണത്തെ ഒതുക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തേത് സംഭാഷണമാണ്. സംഭാഷണം എന്ന് പറയുമ്പോൾ ഒരു വിവരണവും ആവശ്യമില്ല. മനുഷ്യർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. രണ്ടുപേർ ഒത്തുചേരുമ്പോൾ ആദ്യത്തെ നിമിഷം തന്നെ എന്തെങ്കിലും പറയാനുള്ള ശ്രമം, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും രണ്ടുപേർ കാണുമ്പോഴുള്ള മൗനം അത് സംഭാഷണമാണോ? അതും സംഭാഷണമാവാം. കാരണം ഭാഷ രൂപപ്പെട്ടതിന് ശേഷമുള്ള ചരിത്ര സന്ദർഭത്തിൽ മൗനമെന്ന് പറയുന്നതും ഭാഷയുടെ അസന്നിഹിത സാന്നിധ്യമാണ്. അതായത് ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളിൽ മാത്രമല്ല, ഉച്ചരിക്കപ്പെടാത്ത വാക്കിലും വിനിമയത്തിൻ്റെ സ്ഫോടനാത്മകത ഇതേറ്റവും കൂടുതൽ കലകളിലൂടെയാണ്, സാഹിത്യത്തിലൂടെയാണ് ആവിഷ്കൃതമാകുന്നത്. പക്ഷേ സംഭാഷണത്തിലും നമുക്കത് കാണാൻ കഴിയും. സംഭാഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാലത്ത് നമ്മളല്പം സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, സംഭാഷണ നഷ്ടത്തിൻ്റെ മനുഷ്യരാശി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായിരിക്കും, ആയി കഴിഞ്ഞിട്ടുണ്ട് സംഭാഷണ നഷ്ടം. മാക്ബ്രൈഡ് കമ്മീഷൻ റിപ്പോർട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാധ്യമരംഗത്തെക്കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഒന്നാം ലോകത്ത് നിന്ന് മൂന്നാം ലോകത്തിലേക്ക് വാർത്തകൾ കുത്തി ഒഴുകുമ്പോൾ മൂന്നാം ലോകത്തിൽ നിന്ന് ഒന്നാം ലോകത്തിലേക്ക് വാർത്തകൾ ഒഴുകുന്നില്ല. വാർത്തകളുടെ സ്വതന്ത്രമായ ഒഴുക്ക് സിദ്ധാന്തം, ഫ്രീ ഫ്ലോ തിയറി ഓഫ് ന്യൂസ് എന്നുള്ളത് വെറും പരസ്യം മാത്രമാണ്. സ്വതന്ത്രമായ ഒഴുക്കില്ല, ഏകപക്ഷീയമായ ഒഴുക്കാണുള്ളത് എന്ന രൂക്ഷമായ വിമർശനം ജനായത്തവാദികൾ ഉന്നയിച്ചപ്പോൾ ആ വിമർശനത്തെക്കുറിച്ച് പഠിക്കാൻ, പരിശോധിക്കാൻ യുനെസ്കോ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ്റെ പേരാണ് മാക്ബ്രൈഡ് കമ്മീഷൻ. നോബൽ സമ്മാനം നേടിയ മാക്ബ്രൈഡിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കാരനായ പ്രശസ്ത പത്രപ്രവർത്തകൻ BG വർഗീസ് ഉൾപ്പെടെ മലയാളിയാണ് എന്ന് മലയാളികൾ കരുതും വിധം നമുക്കിടയിൽ വിപുലമായ വായനയിലൂടെ പ്രചാരം നേടിയ ഗബ്രിയോ ഗാർഷ്യോ മാർക്യോസ് ഉൾപ്പെടെയുള്ള ഒരു കമ്മീഷനാണ് മാക്ബ്രൈഡ് കമ്മീഷൻ. ആ കമ്മീഷൻ മാധ്യമരംഗത്തെ മൂലധന മേൽക്കോയ്മയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനം നടത്തി 1980 യുനെസ്കോവിന് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ പേരാണ് മെനി വോയിസസ് വൺ വേൾഡ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിൽ പല നാദം ഒരു ലോകം എന്ന പേരിൽ, കമ്മ്യൂണിക്കേഷൻ ക്ലാസിക് എന്ന പേരിൽ പ്രശസ്തമായ ഈ റിപ്പോർട്ട്
പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യ അഭൂതപൂർവമായി വളർന്നു, മാധ്യമങ്ങൾ വളർന്നു, പക്ഷേ ഏറ്റവും വലിയ മാധ്യമമായി ഇന്നും തുടരുന്നത് സംഭാഷണങ്ങളാണ്. മാക്ബ്രൈഡ് കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു വാക്യം കടമെടുത്താൽ അസംഖ്യം സമ്പർക്ക ശൃംഖലകളുടെ ജീവരക്തം പുരണ്ടതാണ് സംഭാഷണം. നമ്മൾ ഉച്ചരിക്കുന്ന ഒരു വാക്ക് നമ്മളാദ്യമായി ഉച്ചരിക്കുന്ന ഒരു വാക്കല്ല. ആ വാക്കിൽ നമുക്ക് മുമ്പേ ജീവിച്ച, നമുക്കൊപ്പം ജീവിക്കുന്ന എത്രയെത്രയോ മനുഷ്യരുടെ നിലവുകളും കിനാവുകളും പരിഭവങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സംഭാഷണം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ആശയവിനിമയത്തിൻ്റെ വർത്തമാനകാല ജീവിതത്തിൽ സംഭാഷണ നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ പാപ്പരീകരണത്തിന് ഇടവരുത്തിയേക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത്, ആമുഖത്തിൽ അവതരണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആത്മഭാഷണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ തന്നെ അതിനെയാണ് സംഭാഷണമെന്ന് വിളിക്കുന്നതെങ്കിൽ നാം നമ്മോടും നിരന്തരം സംസാരിക്കണം. അതാണ് ആത്മഭാഷണം. ഒരർത്ഥത്തിൽ സംഭാഷണത്തെ സൂക്ഷ്മമാക്കുന്നത് ആത്മഭാഷണങ്ങളാണ്. അതാരും കേൾക്കുന്നില്ല, പക്ഷേ ആത്മഭാഷണത്തിൽ വ്യാപൃതരാകുന്നവർ അത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മഭാഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആത്മഭാഷണത്തിൽ, സംഭാഷണത്തിൽ എന്ന പോലെ ബോധത്തിൻ്റെ നേതൃത്വമാണുള്ളത്. എന്നാൽ ഇനി പറയാൻ പോകുന്ന നിലവുകൾ, ഡിക്ഷണറി അതേക്കുറിച്ച് പറയുന്നത്, നിഘണ്ടു അതേക്കുറിച്ച് പറയുന്നത് നമ്മുടെ തോന്നലുകൾ, ഓർമ്മകൾ എന്നൊക്കെയാണ്. പക്ഷേ ഡിക്ഷണറിയുടെ നിലവുകളെക്കുറിച്ചുള്ള വിവരണം അപര്യാപ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഓർമ്മകൾ എന്ന് മാത്രമായി നിലവുകളെ വിവരിക്കാനാവില്ല. കാരണം ഓർമ്മകൾ ബോധത്തിൽ തുടങ്ങി അതേ ബോധത്തിൽ അവസാനിക്കും. ബോധപൂർവമായ പ്രയത്നത്തിലൂടെയാണ് നാം ഓർമ്മകളെ സൂക്ഷിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. പലതും പറയുന്ന കൂട്ടത്തിൽ ചില കാര്യം വിട്ടുപോകുമ്പോൾ ഓർക്കാനാവുന്നില്ലല്ലോ, മറന്നുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ശ്രമം നടത്തി പെട്ടെന്ന് അത് ഓർത്തെടുക്കുന്നത് നമുക്ക് അനുഭവമാണ്. എന്നാൽ നിലവുകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാം വിചാരിക്കും അത് ആത്മഭാഷണത്തിൻ്റെ തുടർച്ചയാണ്. ആത്മഭാഷണത്തിൻ്റെ ഒരിടം അതിലുണ്ടാവാം, അത് ഓർമ്മകളുടെ ഭാഗമാണ്, ഓർമ്മകളുടെ ഒരു ഇടം അതിലുണ്ടാവാം. എന്തുകൊണ്ടെന്നാൽ ആത്മഭാഷണവും ഓർമ്മകളും ബോധത്തിൽ തുടങ്ങുകയാണ്, ബോധത്തിൽ അവസാനിക്കുകയാണ്. എന്നാൽ നിലവുകളാവട്ടെ ബോധത്തിൽ തുടങ്ങി അബോധത്തിലാണ്. ബോധത്തിൽ തുടങ്ങി പിന്നെ പിന്നെ നിലവുകൾ നടത്തം നിർത്തി ഓടാൻ തുടങ്ങുമ്പോൾ ബോധത്തിൻ്റെ പിടി അയഞ്ഞു തുടങ്ങും. അത് പതുക്കെ അബോധത്തിലേക്കെത്തും. ഇനി ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ എന്തിനാണ് ഒരു സാധാരണ സാംസ്കാരിക അവതരണത്തിൽ ഇത്രമാത്രം പ്രഭാഷണത്തെക്കുറിച്ചും സംഭാഷണത്തെക്കുറിച്ചും ആത്മഭാഷണത്തെക്കുറിച്ചും നിലവുകളെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അത് പറയാനുള്ള അടിസ്ഥാന കാരണം പിറകെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഒരു അവതരണത്തിൽ അവസാനമായി അപഗ്രഥിക്കേണ്ടത് കിനാവുകളെക്കുറിച്ചാണ്. അതേക്കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ല. കാരണം ആരുടെയും ആഹ്വാനം അനുസരിച്ചല്ല, നമ്മുടെ തന്നെ തീരുമാനം അനുസരിച്ചല്ല നമ്മൾ സ്വപ്നം കാണുന്നത്, കിനാവ് കാണുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നിരീക്ഷണം അനുസരിച്ച് അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ സ്വപ്നങ്ങളുടെ ലോകത്തെക്കുറിച്ച് സൂക്ഷ്മമായി മൗലികമായ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ച ശ്രദ്ധേയനായ മനഃശാസ്ത്രജ്ഞൻ എന്ന അർത്ഥത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ
അദ്ദേഹം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഉൾപ്പെടെ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളാണ് പ്രച്ഛന്ന രൂപത്തിൽ സ്വപ്നങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അത് പ്രത്യക്ഷപ്പെടുന്നത് ഉറക്കത്തിലാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഭാഷണമോ സംഭാഷണമോ ആത്മഭാഷണമോ എന്തിന് നിലവുകൾ പോലുമോ ഉറക്കത്തിലല്ല, ഉണർവിലാണ്. അടിച്ചമർത്തപ്പെട്ട അഭിലാഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫ്രോയിഡ് സൂചിപ്പിക്കുന്ന അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. മനുഷ്യർക്ക് നിരവധി അഭിലാഷങ്ങളുണ്ടാവും. എന്നാൽ അതിൽ ഏതെങ്കിലും ചില അഭിലാഷങ്ങളല്ലാതെ സകല അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. സാക്ഷാത്കരിക്കപ്പെടാത്ത അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വയം ഇല്ലാതാവുകയില്ല. മറിച്ചത് നമ്മുടെ അബോധത്തിൻ്റെ ഭാഗമാകും. അവസരം കിട്ടിയാൽ അബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് വരും. രണ്ട് തരം സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. ഒന്ന് മധുര സ്വപ്നങ്ങളാണ്. സാധാരണ രണ്ട് പേർ ഉറങ്ങാൻ പോകുമ്പോൾ പഴയ പതിവനുസരിച്ച് സ്വീറ്റ് ഡ്രീംസ്, മധുര സ്വപ്നങ്ങൾ ആശംസിക്കാറുണ്ട്. ആശംസിച്ചതുകൊണ്ട് മാത്രം മധുര സ്വപ്നങ്ങൾ കാണുകയില്ല. മധുര സ്വപ്നത്തിൻ്റെയും ഭീകര സ്വപ്നത്തിൻ്റെയും നൈറ്റ്മെയർ രണ്ട് തരം യുക്തിയാണ് എന്ന് ഫ്രോയിഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ മധുര സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട അഭിലാഷങ്ങൾ നമ്മുടെ ബോധത്തിലെ സെൻസറെ കബളിപ്പിച്ച് പുറത്തു വരുന്നതാണ്. എന്നാൽ നൈറ്റ്മെയർ എന്ന് പറയുന്ന പേടി സ്വപ്നങ്ങൾ അത് സെൻസറെ കബളിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ഒടുവിൽ സെൻസറുമായി ഏറ്റുമുട്ടി പുറത്തു ചാടുകയും ചെയ്യുന്നവരാണ്. തടവറ പൊളിച്ചു വരുന്നതാണ് ഭീകര സ്വപ്നങ്ങൾ. തടവറയിലെ ജനലഴികൾക്കിടയിലൂടെ അല്ലെങ്കിൽ കാവൽക്കാരൻ്റെ അശ്രദ്ധ മുതലെടുത്തുകൊണ്ട് കടന്നു വരുന്നതാണ് മധുര സ്വപ്നങ്ങൾ. ഇത്രയും ഞാൻ വിശദീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ പ്രഭാഷണവും സംഭാഷണവും ആത്മഭാഷണവും നിലവുകളും ഒരു വലിയ പരിധി വരെ, ആദ്യം പറഞ്ഞ മൂന്നെണ്ണം പ്രഭാഷണവും സംഭാഷണവും ആത്മഭാഷണവും പൂർണ്ണമായും ബോധത്തിൽ തുടങ്ങി ബോധത്തിൽ അവസാനിക്കുന്നു. നിലവുകൾ ബോധത്തിൽ തുടങ്ങി പതുക്കെ ബോധത്തിൻ്റെ പിടിയിൽ നിന്ന് അബോധത്തിലേക്ക് വഴുക്കുന്നു. എന്നാൽ കിനാവുകളാവട്ടെ പൂർണ്ണമായും അബോധത്തിലാണ്. ഇനി ഈ അവതരണം ഈ വിധത്തിൽ അനിവാര്യമായി തീർന്നതിൻ്റെ സമകാലീന ഇന്ത്യൻ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ആഴ്ച പത്രങ്ങളിൽ വന്ന വാർത്ത നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ ശ്രദ്ധിച്ചിട്ടും അത് നമ്മുടെ ശ്രദ്ധയിൽ അത്രമേൽ തങ്ങി നിൽക്കാതെ കടന്നു പോവുകയാണ് ഉണ്ടായത്. പറയാൻ ശ്രമിക്കുന്നത് 2015 നടന്ന ഇന്ത്യൻ ജീവിതത്തെ നടുക്കിയ മുഹമ്മദ് അഖ്ലാഖ് വധമാണ്. മുഹമ്മദ് അഖ്ലാഖ് വധിക്കപ്പെട്ടപ്പോൾ ആ വധത്തിൻ്റെ പശ്ചാത്തലം ഞാൻ കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല. ബീഫിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഫ്രിഡ്ജ് അരിച്ച് പെറുക്കിയാണ്. 2015 മുഹമ്മദ് അഖ്ലാഖ് കൊലയെക്കുറിച്ച് 2025 10 വർഷത്തിന് ശേഷം മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ ഈ കേസിലെ പ്രതികളെ മോചിപ്പിക്കാൻ കോടതിയെ വരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങളാണത്. ഒരുപക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ നിലവുകളുമായി, നമ്മുടെ സംഭാഷണങ്ങളുമായി, നമ്മുടെ ആത്മഭാഷണങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത്? ആ ബന്ധം വളരെ കൃത്യവും വ്യക്തവുമാണ്. കാരണം 2015 ഇത്ര ഭീകരമായൊരു കൊല നടന്നപ്പോൾ നമ്മുടെ പ്രമുഖരായ മുഴുവൻ എഴുത്തുകാരും പത്മഭൂഷൺ വരെ തിരിച്ചു നൽകിക്കൊണ്ട്, സർക്കാരിൻ്റെ ഔദ്യോഗികമായ പുരസ്കാരങ്ങളെല്ലാം തിരിച്ചു നൽകിക്കൊണ്ട് അവർ ശക്തമായി പ്രതിഷേധിച്ചു. ഇന്ത്യ ഇളകിമറിഞ്ഞു. ലോകം ശ്രദ്ധിച്ച പ്രതിഷേധമായി മുഹമ്മദ് അഖ്ലാഖിൻ്റെ വധത്തിനെതിരെയുള്ള ജനകീയ രോഷം ലോകമത് അടയാളപ്പെടുത്തി.
10 കൊല്ലങ്ങൾക്ക് ശേഷം നാം തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രതികളെ മുഴുവൻ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം കൊടുമ്പിരി കൊള്ളുമ്പോൾ, 10 കൊല്ലം മുമ്പ് പുരസ്കാരങ്ങളെല്ലാം സർക്കാരിന് തിരിച്ചേൽപ്പിച്ച പ്രതിഭാശാലികളടക്കം മൗനത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം? ഒരു കാരണം ചിലപ്പോൾ ഇനി പറഞ്ഞിട്ടെന്ത് എന്നൊരു തോന്നലാവാം. അതൊരു നനവാണ്. പക്ഷേ നമ്മുടെ നിലവുകളിൽ, അതായത് ഇതേക്കുറിച്ചുള്ള നമ്മുടെ സംഭാഷണങ്ങൾ വർദ്ധിക്കുമ്പോൾ, ആശയപ്രചരണം വർദ്ധിക്കുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൽ തന്നെ സംഭാഷണമായി, അതിനെയാണ് ആത്മഭാഷണം എന്ന് പറയുന്നത്, മാറുമ്പോൾ, ഈ സംഭാഷണവും ആത്മഭാഷണവും അരിച്ചിറങ്ങി നമ്മുടെ നിലവുകളിൽ തീ ആളിപ്പടരുമ്പോൾ ഉറപ്പിച്ചു പറയാം, ഒരു പ്രതിഷേധവും ആറിത്തണുക്കുകയില്ല. ആ പ്രതിഷേധം ശക്തമായി തുടരും. സഖാവ് വൃന്ദ കാരാട്ട് ഉത്തർപ്രദേശിലെ ആദിത്യനാഥ് യോഗിയുടെ സർക്കാരിൻ്റെ മുഹമ്മദ് അഖ്ലാഖ് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന പത്രവാർത്ത ആവേശഭരിതമാണ്. പുരസ്കാരങ്ങൾ തിരസ്കരിച്ച എല്ലാ എഴുത്തുകാരും, മുഹമ്മദ് അഖ്ലാഖിൻ്റെ കൊലക്കെതിരെ പ്രതികരിച്ച എല്ലാ എഴുത്തുകാരും ഒരുപക്ഷെ കലാപ്രതിഭകളാണ്. അവരുടെ മാതൃഭാഷയാണ് ഒരർത്ഥത്തിൽ സർഗാത്മകമായ നിലവുകൾ. പക്ഷേ അവിടെ എന്തോ ഒരു സ്തംഭനം വന്നുപോകും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ നിലവുകൾ വളരെ പ്രധാനമായി തീരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അധികാരത്തോട് നേർക്ക് നേരെ നിവർന്നു നിന്ന് സത്യം പറയാൻ പല കാരണങ്ങളാൽ പ്രയാസമാകുമ്പോൾ, നിസ്സഹായനായ മനുഷ്യർ അവരുടെ നിലവുകളിലെങ്കിലും നീറിൻ്റെ വീറോടെ നിവർന്നു നിൽക്കണം. അങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനത്തെ ആശുപത്രിയിലും മരുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. ഈ എപ്പിസോഡ് ആരംഭിച്ചത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ PK പാറക്കടവിൻ്റെ 2 കഥകൾ. ആ 2 കഥകളും പത്രത്തിൽ, മാധ്യമങ്ങളിൽ വന്നതും വന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതും. ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ 2015 അഖ്ലാഖ് വധത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അഖ്ലാഖ് വധം നടന്ന ദാദ്രി എന്ന സ്ഥലത്ത്, ഡൽഹിയിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്തെത്താവുന്ന ദാദ്രി എന്ന സ്ഥലത്ത് ഈ വധത്തിന് ശേഷം എന്തു സംഭവിച്ചു? വംശഹത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ വംശഹത്യക്ക് മുമ്പുള്ള അവസ്ഥ, വംശഹത്യ പൂർവാവസ്ഥ, വംശഹത്യ നടന്ന അവസ്ഥ, വംശഹത്യക്ക് ശേഷമുള്ള വംശഹത്യാനന്തരാവസ്ഥ, ഇത് 3 പഠിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കപ്പെടുമ്പോൾ 2016 സെപ്റ്റംബർ മാസം 28 ദ ഹിന്ദു പത്രം ഒരു ഫീച്ചർ, ആ ഫീച്ചറിൻ്റെ തലക്കെട്ട് 1 year on ദാദ്രി ലാപ്സസ് ഇൻ ടു സൈലൻസ്. ഒരൊറ്റ കൊല്ലം കഴിഞ്ഞു, പക്ഷേ ദാദ്രിയിലെ ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലകൾ തളിർത്തില്ല, പൂത്തില്ല, സുഗന്ധം പരത്തിയില്ല. മനുഷ്യർക്കിടയിലെ സൗഹൃദം, സംഭാഷണം, അതെല്ലാം കുറഞ്ഞു. അവിടെ താമസിക്കുന്ന മനുഷ്യർ, അതിനു മുമ്പ് അവർക്കിടയിലുണ്ടായിരുന്ന സൗഹൃദം, അവരുടെ സ്വറപറച്ചിലുകൾ, അവരുടെ സംഭാഷണം എല്ലാം അവസാനിച്ചു. അവരുടെ നിലവുകളിലേക്ക് പോലും. എന്തിന്? പൂർണ്ണമായും അബോധത്തിൻ്റെ പിടിയിലകപ്പെട്ട അവരുടെ കിനാവുകളിലേക്ക് പോലും ഭയം അരിച്ചിറങ്ങി. ഇത്തരമൊരു അവസ്ഥയെ നിരന്തരം സംസാരിച്ചുകൊണ്ട്, പ്രതികരിച്ചുകൊണ്ട് പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്. ഇരകളെ സംബന്ധിച്ചിടത്തോളം ഇനി പറഞ്ഞിട്ടെന്ത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ പരിമിതപ്പെട്ടാൽ അത് ജനായത്തത്തിന്, മാനവികതയ്ക്ക് വലിയ ദുരന്തമുണ്ടാക്കും. അതേസമയം
ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അടിച്ചമർത്തപ്പെട്ടൊരു ജനത, ഇരകൾ ഉണർന്നാൽ അവർ ചരിത്രത്തിൽ പോരാളികൾ എന്ന് വിളിക്കപ്പെടും. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.